നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോയിൽ കുരുമുളകിൻ്റെ വിലയെ പറ്റിയാണ്. വില ഇങ്ങനെ ഉയരുകയാണ്. ഇപ്പോൾ മഴ സീസണായതോടുകൂടി കുരുമുളക് വൻ ഡിമാൻഡ് ആണ്. ഇപ്പോൾ പനി സീസണായതുകൊണ്ട് മിക്ക ചുക്ക് കാപ്പിയിലും കുരുമുളക് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ അടുക്കളയിൽ ഒരു നിത്യ സംഭവമാണ് കുരുമുളക് ഇട്ടാൽ കറിക്ക് നല്ല ടേസ്റ്റും വായു കോപം അങ്ങനെയുള്ള പല അസുഖങ്ങളും നിലനിൽക്കുകയും ചെയ്യും. മസാലക്കൂട്ടുകളിലും ഇറച്ചി മസാലക്കൂട്ടുകളിലും കുരുമുളക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. മിക്ക വീടുകളിലും പേപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് അത് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അതായത് കുരുമുളക് ചിക്കൻ. മറ്റ് സൂപ്പ്, മട്ടൻ സൂപ്പായി ഉണ്ടാക്കുന്നതിനും ഇന്ന് കുരുമുളക് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഒരു അത്യന്താപേക്ഷിത കുരുമുളകിൻ്റെ കൊച്ചി ടെർമിനലിൽ ഗാർബിൾഡ് കിലോ ഏകദേശം കിലോ 689 രൂപയാണ്. പോയ വാരത്തിൽ കിലോയ്ക്ക് പുറത്ത് 6 രൂപയാണ് വർദ്ധിച്ചത്. പുതിയത് 659 കുരുമുളക് അൺഗാർബിൾഡ് കിലോ 669. കുരുമുളക് വയനാടൻ 665. ഇങ്ങനെയാണ് നിലവാരത്തിൽ പോകുന്നത്. മഴ കനത്തിൽ കുരുമുളക് വള്ളികൾ താനെ അടർന്ന് വീഴുകയാണ്. അങ്ങനെയും കർഷകർക്ക് വളരെ നഷ്ടം തന്നെയാണ്. അങ്ങനെ ലഭ്യത കുറഞ്ഞതാണ് കുരുമുളക് കൂടാൻ കാര്യം. ഇങ്ങനെ പ്രതികൂല കാലാവസ്ഥ തുടർന്നാൽ അടുത്ത വർഷം കുരുമുളകിൻ്റെ ലഭ്യത തീരെ കുറവായിരിക്കും എന്നാണ് കർഷകർ ഭയപ്പെടുന്നത്. ഉത്സവ ആവശ്യങ്ങൾക്കായി അന്തർ സംസ്ഥാന കച്ചവടക്കാർ കുരുമുളകിൻ്റെ ആവശ്യത്തിനായി രംഗത്തുണ്ട്. കഴിഞ്ഞ സീസണിൽ ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ട് അതിന് കരുതൽ ശേഖരം കുറവായിരുന്നു. അതങ്ങനെ ഇത് കുരുമുളക് കൂടാൻ കാരണമായി. എന്തായാലും ഒരു കുരുമുളക് ചെടിയെങ്കിലും നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനേക്കായി നമുക്ക് വച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ഹൈബ്രിഡ് ഇനത്തിലുള്ള കുരുമുളക് തന്നെ കിട്ടുന്നുണ്ട്. അത് കുറ്റി കുരുമുളകായിട്ടും ചാക്കിലും ഒക്കെ മണ്ണ് നിറച്ച് അതിലും നടാമെന്ന് പല വീഡിയോയിലും നമ്മൾ കാണാറുണ്ട്. ഹൈബ്രിഡ് കുരുമുളകും കുറ്റി കുരുമുളകും വേണമെങ്കിൽ അടുത്തുള്ള നഴ്സറികളെ സമീപിച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് നമുക്ക് തൈ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് നടാം. അങ്ങനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്കൊരു സംഭവം തന്നെയായി തീരും. കുരുമുളക് ചെടി നട്ടിട്ട് വീട്ടിൽ ഇരുന്ന് സീരിയലും മറ്റും ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയാൽ ഇതിൻ്റെ ഉൽപ്പാദനം നമുക്കത് ശരിയായ രീതിയിൽ കിട്ടത്തില്ല. അത് സമയത്തിന് അതിനെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ശരിയായ രീതിയിലുള്ള ഉൽപ്പാദനം കിട്ടുകയുള്ളൂ. വേണ്ട രീതിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് ഒരു നല്ലൊരു വരുമാന മാർഗമാകുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിന് വിൽക്കുകയും ചെയ്യാം, മറ്റ് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി.